ശ്രീമദ് നാരായണീയത്തിൽ 91-ാം ദശകം ആണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഭക്തിയുടെ മഹത്വത്തെക്കുറിച്ച് നവയോഗികൾ പറയുന്നതാണ്. നിമി ചക്രവർത്തിയുടെ ബ്രഹ്മസത്രത്തിലേക്ക് നവയോഗികൾ വരികയാണ്. ഋഷഭദേവൻ്റെ 100 പുത്രന്മാരിൽ 9 പേരാണ് നവയോഗികൾ. മൂത്തവൻ ഭരതൻ, പിന്നെ 9 പേര് നവയോഗികൾ 81 പേര് ബ്രാഹ്മണരായി, 9 പേര് രാജ്യം ഭരിക്കാൻ ക്ഷത്രിയന്മാർ. ആ നവയോഗികൾ സനകാദികളെ പോലെ തന്നെ തുടക്കം മുതലേ ഞങ്ങൾക്ക് വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഭഗവാനെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശ്രീകൃഷ്ണ ത്വൽപദോപാസനമഭയതമം. ഭഗവത്പാദങ്ങളെ നിരന്തരം ഉപാസിക്കുക, അതുമാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെപ്പോഴാണ് പറയുന്നത്? ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കണു. ആ സമയത്ത് ദേവർഷിയായ നാരദൻ ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണനെ കണ്ട ഉടനെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും, വസുദേവർ. അപ്പോഴേക്കും വസുദേവർ ധാരാളം സംശയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കൃഷ്ണനോട് ചോദിക്കാറില്ലേ? കൃഷ്ണനോട് എങ്ങനെ ചോദിക്കുക? അങ്ങ് വന്നാലേ എനിക്ക് സമാധാനമുള്ളൂ. അങ്ങനെ വസുദേവർക്ക് എങ്ങനെയാണ് ഈ സംസാര സാഗരത്തിനെ തരണം ചെയ്യുന്നത്? അത് വസുദേവർ തന്നെ പറയുന്നുണ്ട്. ആ ഭഗവാൻ തന്നെ എൻ്റെ മകനായിട്ട് വന്നു, എന്നിട്ടും ഈ മായ എന്നെ വിട്ടുപോകുന്നില്ല. ദേവർഷേ, എന്താ മാർഗം? ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഋഷഭദേവൻ്റെ പുത്രന്മാരായ നവയോഗികളും നിമി ചക്രവർത്തിയും കൂടിയുണ്ടായ ബ്രഹ്മസത്രത്തിലുണ്ടായതായ സംവാദത്തിനെക്കുറിച്ച് ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് തുടങ്ങി. നിമി ചക്രവർത്തി ആരാണ്? വിവസ്വാൻ സൂര്യൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ ശ്രാദ്ധദേവൻ, അദ്ദേഹമാണ് മനു, ഇപ്പോഴത്തെ മനു. വിവസ്വാൻ്റെ പുത്രനായതുകൊണ്ട് വൈവസ്വത മനു എന്ന് പറയും. ആ വൈവസ്വ മനു, 7ാമത്തെ മനു, അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇക്ഷ്വാകു, ആ ഇക്ഷ്വാകുവിൻ്റെ പുത്രൻ നിമി. രാജാവായി ഇരിക്കുന്നു. അദ്ദേഹം ധാരാളം ബ്രഹ്മസത്രങ്ങൾ നടത്തി, ധാരാളം. അങ്ങനെ ഒരു ബ്രഹ്മസത്രം നടത്തിയാലാണ് നമ്മളിന്ന് പറയാൻ പോണത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നിലേക്ക് പോവാം. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ബ്രഹ്മസത്രം നടത്തണം തോന്നി. അപ്പോൾ ഗുരുവായ വസിഷ്ഠനെ വിളിച്ചു. 500 വർഷം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മസത്രം. അപ്പോഴേക്കെൻ്റെ മാതിലി അവിടെ വരുന്നു, ഇന്ദ്രൻ വിളിക്കണു, അവിടെ ഒരു സത്രം നടത്തണം. എത്ര കാലം? 500 വർഷത്തെ ഇത്. ഇപ്പം എന്താ ചെയ്യുക? ഇന്ദ്രൻ വിളിച്ചാൽ പോയിരിക്കാൻ പറ്റുമോ? അപ്പം രാജാവേ, ഞാൻ പോയിട്ട് അത് നടത്തിയിട്ട് വരാം, അതുവരെ കാത്തിരിക്കണം കേട്ടോ എന്ന് നിമിയോട് പറഞ്ഞു. വസിഷ്ഠൻ സ്വർഗത്തിലേക്ക് പോയി, മാതിലിയുടെ കൂടെ പോയി. നിമിക്ക് എന്താണെന്നില്ലാത്ത മനസ്സിന് ബുദ്ധിമുട്ട്. അത്രയ്ക്ക് ആയുസില്ലെങ്കിലോ, യാഗം നടത്തുന്നതിന് മുമ്പ് ഞാൻ പോയാലോ? അപ്പോൾ ഗൗതമ മഹർഷിയെ വിളിച്ചു, അദ്ദേഹത്തിനെ കൊണ്ട് നടത്തിച്ചു. നടത്തിയ അവസാനമാകുമ്പോഴേക്ക് വസിഷ്ഠൻ വന്നു. ദേഷ്യം വന്നു വസിഷ്ഠന്. ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്, ഞാൻ വന്നിട്ടേ നടത്താവൂന്ന്. അതിന് ഞാനെന്താ ചെയ്യുക? എനിക്കത്രയ്ക്ക് ആയുസ്സുണ്ടെന്ന് തോന്നിയില്ല.
ധിക്കരിച്ചു, നീ ഗുരുവിനെ ധിക്കരിച്ചു, നീ വിദേഹനായി പോകട്ടെ, ദേഹമില്ലാത്തവൻ. കാൽക്ക് വീണു, നമി നമസ്കരിച്ചു, ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഒന്നുമില്ല, പറ്റില്ല, ഞാൻ ശാപം തിരിച്ചെടുക്കില്ല. അപ്പോൾ നിമ്മി എണിച്ചിട്ട് നിമ്മി ശപിച്ചു, അങ്ങയും വിദേഹനായി പോകട്ടെ. അതിനുള്ള ശക്തിയുണ്ട്, തപശക്തിയുണ്ട്. അങ്ങനെ രണ്ടുപേരും ശരീരമില്ലാത്തവരായി. വസിഷ്ഠൻ്റെ ആ സൂക്ഷ്മ ശരീരം പോയി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് മിത്രാവരണന്മാരിന്ന് വസിഷ്ഠന് രണ്ടാം ജന്മം നൽകുകയാണ്. അതവിടെ ഇരിക്കട്ടെ, അതിലേക്ക് നമ്മൾ കടക്കണില്ല. നിമി ചക്രവർത്തിയുടെ ശരീരം ഈ ഋത്തിക്കുകൾ എടുത്ത് എണ്ണത്തോണിയിലോട്ട് സൂക്ഷിച്ചു. യജ്ഞം കഴിഞ്ഞിട്ടില്ല, അവർ യജ്ഞം മുഴുവനാക്കി. എപ്പോൾ യജ്ഞം മുഴുവനായോ ദേവന്മാർ വന്നു. അപ്പോൾ നിമി ചക്രവർത്തിയുടെ സൂക്ഷ്മ ശരീരം എഴുന്നേറ്റു, അങ്ങക്ക് ദേവനാവണോ അതോ മനുഷ്യനാവണോ? എനിക്ക് ദേവനായാൽ മതി. അങ്ങനെ ആ സൂക്ഷ്മ ശരീരത്തിനെയും കൊണ്ട് ദേവന്മാർ പോയി. അപ്പോൾ ഈ ശരീരത്തിനിപ്പോൾ എങ്ങനെയാണ് മറ്റേ തീയിൽ വെച്ച് ഇതാക്കണ്ടേ? ഇപ്പോൾ എണ്ണത്തോണിയിലാണ് ഇട്ടിരിക്കുന്നത്. ആ തീയിൽ ഒഴിച്ച് തീയെ വെക്കുക എന്നുള്ള കർമ്മം ചെയ്യേണ്ടത് മകനാണ്, മകനില്ല. അപ്പോൾ യാഗം മുഴുവനാക്കി കഴിഞ്ഞ് മഹർഷിമാർ എണ്ണത്തോണിയിൽ നിന്ന് എടുത്തിട്ട് അതിന് മഥനം ചെയ്തു. മഥനം ചെയ്ത് അതിൽ നിന്നൊരു കുട്ടി വരികയാണ്. അതുകൊണ്ട് മിഥി എന്ന് ആ കുട്ടിക്ക് പേരിട്ടു. പിന്നെ ശരീരത്തിൽ നിന്ന് മരിച്ചതായ ശരീരത്തിൽ നിന്ന് വന്നതുകൊണ്ട് ജനകൻ, ജനിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ജനകൻ വന്നു. ശരിയായ നിമി ദേഹമില്ലാതെയാണ് പോയത്, അതുകൊണ്ട് വിദേഹൻ എന്ന് വന്നു. ഈ മിഥി അച്ഛൻ്റെ ശരീരത്തിനെ എടുത്ത് ദഹിപ്പിച്ചു. അയാളാണ് ആദ്യത്തെ രാജാവായിട്ട് വന്നത്. വിദേഹ രാജ്യത്തിലെ രാജാവായി വരികയാണ്. പിന്നെ അതിന് ശേഷമുള്ളവരെയെല്ലാം ജനകന്മാരെന്ന് വിളിക്കും. അതൊരു ടൈറ്റിൽ പോലെ ആയിത്തീർന്നു എന്നർത്ഥം. ആ വംശത്തിൽപ്പെട്ടതാണ് സീതയുടെ അച്ഛനായ ജനകനും. അപ്പോൾ നിമിയുടെ ബ്രഹ്മസത്രത്തിലേക്ക് നവയോഗികൾ കയറി വരികയാണ്. ആ നവയോഗികളോട് നിമി പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അവർ 9 പേരും എങ്ങനെയാണ് ആത്മസാക്ഷാത്കാരം നേടേണ്ടത് എന്ന് ഉപദേശിക്കുകയാണ്. അതിൽ മൂത്ത ആൾ കവി. ആദ്യം കവിയാണ് ഉപദേശിക്കുന്നത്. കവി എന്താണ് പറഞ്ഞത്? ശ്രീകൃഷ്ണ ത്വത്പദോപാസനമഭയതമം. കൃഷ്ണൻ ആരാണ്? നമ്മളെയൊക്കെ ആകർഷിക്കുന്നവനാണ്. കർഷതി ഇതി കൃഷ്ണ. അപ്പോൾ ആ ശ്രീകൃഷ്ണനെ നിരന്തരം ഭജിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം. ധർമ്മത്തിലൂടെയാണ് നമ്മൾ ഭഗവാനിലെത്തുന്നത്. ഭഗവാന്റെ പാദങ്ങൾ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. അപ്പോൾ ഭഗവത് പാദങ്ങളെ ഉപാസിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം. ആ ധർമ്മത്തിലൂടെ നമ്മൾ ഭഗവാനിലെത്തുന്നു. ഭഗവാനിലെത്തുന്നതാണ് അഭയം, ഭയമില്ലാത്ത അവസ്ഥ, അഭയതമം. പക്ഷേ എല്ലാവർക്കും ഇത് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേ മർത്യസ്യ. ബദ്ധനാണ് മനുഷ്യൻ. നമ്മളൊക്കെ ബദ്ധന്മാരാണ്, കെട്ടപ്പെട്ടവരാണ്. എന്തുകൊണ്ട് കെട്ടപ്പെട്ടു? മിഥ്യയായിട്ടുള്ള അർത്ഥങ്ങൾ.
ഇല്ലാത്തതായ വിഷയങ്ങൾ എല്ലാം ഈ ഗാത്രം തൊട്ട് ഇല്ലാത്തതാണിത്, മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അങ്ങനെ ആ ഗാത്രത്തിൽ തുടങ്ങി കളത്ര, പുത്ര, പൗത്ര, മിത്ര, ഭൃത്യ, ബാന്ധവ, പശു, ഗൃഹ, ധന, ധാന്യാദികൾ, ആ അർത്ഥങ്ങളിൽ തന്നെ ദൃഷ്ടി, എപ്പോഴും നോട്ടം. ഇത് നേടണം, ഇത് നേടണം, സുഖിക്കണം. ആരാണത് ചെയ്യുന്നത്? മർത്യൻ. മർത്യൻ എന്ന് വെച്ചാൽ മരണശീലമുള്ളവൻ. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. പൂർവജന്മത്തിലെ കർമ്മവാസനകൾക്കനുസരിച്ച് ഓരോരുത്തർക്കും ഇത്ര കാലമെന്ന് നിശ്ചയിച്ചിട്ടാണ് അവിടുന്ന് അയക്കുന്നത്. ബോംബ് വയ്ക്കുമ്പോഴൊക്കെ ഒരു സമയം വെച്ചിട്ടുണ്ടാവില്ലേ? ആ സമയമാകുമ്പോൾ ഇട്ടും, അതുപോലെയാണ്. ആ സമയമാകുമ്പോൾ ഇട്ടും. ആ പോകാൻ എന്തെങ്കിലും ഒരു കാരണം വരും. അതാണ്, എന്തെങ്കിലും ഒരു കാരണം. അങ്ങനെ ഇല്ലാത്തതായ മിഥ്യയായിട്ടുള്ള ആ വിഷയങ്ങളിൽ തന്നെ എപ്പോഴും നമ്മുടെ മനസ്സ് ഇരിക്കുന്നു. അങ്ങനെയുള്ള മർത്യൻ എന്താ ഇപ്പം അവൻ്റെ അവസ്ഥ? ആർത്തസ്യ, ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. ആർത്തൻ, ദുഃഖിക്കുന്നവൻ. അവൻ്റെ ആ ഭയം പോകണം. വ്യവസരതി ഭയം. ആ ഭയം പോകാൻ ഉള്ളതായ മാർഗം എന്താണ്? ത്വൽപദോപാസനം. ഏന സർവാത്മനൈവ. അവിടെ ഏന, യാതൊന്നുകൊണ്ട്, യാതൊരു ഭഗവത്പാദ ഉപാസന കൊണ്ട്. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും ആ ഭഗവാനെ ഉപാസിക്കണം. എല്ലാ പ്രകാരത്തിലും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ഭഗവാനെക്കുറിച്ച്, വാക്കുകൊണ്ട് പറയുന്നത് ഭഗവാനെക്കുറിച്ച്, കർമ്മങ്ങൾ ഭഗവാനുള്ള പൂജ, എല്ലാ കർമ്മങ്ങളും ഭഗവാനുള്ള പൂജയാക്കണം. ഭഗവത്ഗീത അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്പുരുഷ മദർപ്പണം. നീ എന്തെല്ലാം ചെയ്യുന്നുവോ ആ ചെയ്യുന്നതിനെയെല്ലാം എനിക്കുള്ള പൂജയാക്കി തീർക്ക്. അപ്പോഴാണ് നമ്മുടെ ഭയം വിട്ടുമാറി അഭയതമത്തിൽ നമ്മൾ എത്തുന്നത്. ഇതി അഹം മന്യേ, എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മേൽപ്പത്തൂർ പറയുക. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളെ നിരന്തരം ആശ്രയിക്കണം. ഭഗവാന്റെ പാദങ്ങൾ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകങ്ങൾ. അതായത് നമ്മൾ ധർമ്മത്തിൽ നിന്നും സത്യത്തിൽ നിന്നും അണുപോലും വ്യതിചലിക്കാൻ പാടില്ല. ആരാവശ്യത്തിൽ ഈ ലോകത്തിൽ പെരുമാറുന്നുവോ മെല്ലെ മെല്ലെ അവരുടെ ഈ വിഷയങ്ങളിലുള്ളതായ താല്പര്യം കുറഞ്ഞു കുറഞ്ഞ് വരും. അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ആ ഭഗവത് പാദങ്ങളെ ഉപാസിക്കാൻ തുടങ്ങുമ്പോൾ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. പക്ഷേ കുറയാതെ കണ്ട് ഇരിക്കണു. അതാണ്, എത്ര സത്സംഗങ്ങളിൽ പങ്കെടുത്താലും ഇത് കുറയാതിരിക്കണം. ഇതുകൊണ്ട് ആ വസ്തുക്കളിലുള്ളതായ താല്പര്യം. അപ്പോൾ ആചാര്യന്മാർ അങ്ങനെയുള്ള ആൾക്കാരോട് ഉപദേശിക്കുന്നതാണ്. ഒരു ശ്ലോകം തന്നെയുണ്ട്, നമ്മൾ എന്തെല്ലാം നേടിയോ അതെല്ലാം വിട്ടിട്ട് വേണ്ടേ പോകാൻ. അർത്ഥാഗൃഹേ നിവർത്തന്തേ. എന്ത് ധനം സമ്പാദിച്ചുവോ അതെല്ലാം വീട്ടിൽ തന്നെ. പിന്നെ മക്കളുണ്ട്, അതൊരു ധനമാണ്. സുഹൃതം ശ്മശാനേ പുത്രബാന്ധവാഹ. പുത്രന്മാർ അവിടെ നിന്ന് വരെ വരും. പണ്ടൊക്കെ കത്തിക്കലാണല്ലോ, കത്തിച്ച് കഴിയുന്നവരെ നിൽക്കും. ഒരു 3 മണിക്കൂർ വേണ്ടി വരും. പണ്ടൊക്കെ നിൽക്കണം, അത് കഴിഞ്ഞിട്ടേ പോളൂ. ഒടുവിൽ വയറിട്ടും തെറിക്കും.
വയറ്റിൽ നിന്ന് ആ വെള്ളം തെറിക്കും. 3 മണിക്കൂർ എടുക്കും. അതെല്ലാം കഴിഞ്ഞിട്ടേ അവിടുന്ന് പോകുള്ളൂ. ശ്മശാനേ ബാന്ധവാഹ, ശ്മശാനം വരെ പുത്രന്മാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വരും. പക്ഷേ ഹേ മനുഷ്യ, സുഹൃതം ദുഷ്കൃതം ജൈവ, നീ ചെയ്തതായ സൽക്കർമ്മങ്ങളുടെ ഫലമായ സുഹൃതം, ദുഷ്കർമ്മങ്ങളുടെ ഫലമായ പാപം, അത് രണ്ടും എൻ്റെ പിന്നാലെ തന്നെ വരുന്നു. ഗച്ഛന്തം അനുഗച്ഛതി, ആര് പോകുന്നുവോ അവൻ്റെ പിന്നാലെ പോകുന്നു. പിന്നാലെ അല്ല, ഉള്ളിലാണ് പോകുന്നത്. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉള്ളിലാണ് 17 ഘടകങ്ങൾ. ആ 17 ഘടകത്തിൽ ഈ ഘടകം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഹേ മനുഷ്യ, നേടണ്ട എന്നല്ല, ധനം വേണ്ട എന്നല്ല, അതൊക്കെ ആവാം. പക്ഷേ ഇത് ഓർമ്മ വേണം. എന്തെല്ലാം നീ ഇവിടെ നേടുന്നുവോ ഒക്കെ മായയുടെ തലത്തിലാണ്. അതൊരിക്കലും നിൻ്റെ കൂടെ വരുന്നില്ല. നിൻ്റെ കൂടെ വരുന്നത് സുഹൃതവും ദുഷ്കൃതവും മാത്രമാണ്. അതുകൊണ്ട് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കൂ, ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കൂ. ഹിംസാം ന കുര്യാത്, ഒന്നിനെയും ഹിംസിക്കാൻ നമുക്ക് അധികാരമില്ല. പിന്നെയോ കഴിയുന്നത്ര സുഹൃതം, സൽക്കർമ്മങ്ങൾ ചെയ്യുക. യജ്ഞം, ദാനം, തപസ്, ഇതാണ് സൽക്കർമ്മങ്ങൾ. യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം കാര്യമേവത, ഭഗവത്ഗീതയിൽ പറയുന്നു. യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. ഹേ അർജുന, യജ്ഞം, ദാനം, തപസ്സാണ് മനുഷ്യനെ പരിശുദ്ധനാക്കുന്നത്, ഈ പാപങ്ങളിൽ നിന്നെല്ലാം മുക്തനാക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങളിലുള്ളതായ താല്പര്യത്തിനെ മാറ്റി ഭഗവത് ചിന്ത കൊണ്ട് എത്രത്തോളം സുഹൃതം നേടാമോ നേടണം. ഭഗവത് ചിന്ത നാമങ്ങളിലൂടെ ആവാം. അതിനാണ് ഭാഗവത ധർമാനുഷ്ഠാനം എന്ന് പറയുന്നത്. ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുക. അഭേദാശ്രമത്തിൽ സ്വാമികൾ 1000-ലേറെ ഭാഗവത ധർമ്മങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1000-ലേറെ. ആ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതിലേറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ഭഗവാന്റെ നാമം ജപിക്കുക തന്നെയാണ്. അതാണ് അദ്ദേഹം നാമജപം വെച്ചത്. 68-70 കൊല്ലമായി തുടങ്ങിയിട്ട്. ഇപ്പോഴും ആ നാമജപം അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. 1 സെക്കൻഡ് പോലും നിർത്താതെ ആ നാരദരെ പോലെ വീണ വെച്ചുകൊണ്ട് നടത്തും. എന്തുകൊണ്ട്? നാമസങ്കീർത്തനം കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും നശിക്കുന്നു. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം. യാതൊരു ഭഗവാന്റെ നാമങ്ങളെ വീണ്ടും വീണ്ടും കീർത്തിക്കുന്നതുകൊണ്ട് എല്ലാ പാപങ്ങളും നശിക്കുന്നു. പാപം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ അടിക്കുക, കൊല്ലുക, അത് മാത്രമല്ല. വാസനകൾ പാപമാണ്, കർമ്മവാസനകളും പാപമാണ്. ഒരു കർമ്മവും ചെയ്യണമെന്നുള്ളതായ ആഗ്രഹം ഉണ്ടാവരുത്. ഉണ്ടായാൽ വീണ്ടും ജനിക്കണം, അതാണ്. അതുകൊണ്ട് ഒരു കർമ്മവാസനയില്ലാതെ ഒരു പാപവും ഇല്ലാതെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിന് സർവാത്മനൈവ, എല്ലാ പ്രകാരത്തിലും ഭഗവാനെ ഭജിക്കൂ. മനസ്സുകൊണ്ട് നിരന്തരം ഭഗവത് സ്മരണ, ഏത് കർമ്മത്തിലും ഭഗവാനെ സ്മരിക്കുക. വാക്കുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാന്റെ ലീലകൾ അതെപ്പോഴും വർണ്ണിക്കുക. പിന്നെയോ ചിന്തിക്കുന്നത് ഭഗവത് ചിന്ത മാത്രമായിരിക്കണം.
അപ്പോൾ കവിയാണ് ഈ ശ്രേഷ്ഠധർമ്മത്തെക്കുറിച്ച് പറയുന്നത്. അനേകം ധർമ്മങ്ങളുണ്ട്. കർമ്മം ഒരു നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുന്നത് ഒരു ധർമ്മം തന്നെയാണ്. പക്ഷെ നിഷ്കാമമായിരിക്കണം. പലതും പഠിച്ച് ജ്ഞാനം ഉണ്ടാക്കുന്നത് ധർമ്മം തന്നെയാണ്. പിന്നെ യജ്ഞം, ദാനം മുതലായി ചെയ്യുന്നത് ധർമ്മം തന്നെയാണ്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായ ധർമ്മം ഭഗവത് പാദങ്ങളെ നിരന്തരം ഭജിക്കുന്നതാണ്. ആര് ആ വിധത്തിൽ ഭഗവത് ഭജനത്തിൽ ഏർപ്പെടുന്നുവോ അതാണ് യത്താവത് ത്വൽപ്രണീതാനിഹ ഭജനവിധീൻ. ഭഗവത്പാദങ്ങളെ ഉപാസിക്കുന്നതുകൊണ്ട് നമ്മുടെ അന്ധഃകരണം പരിശുദ്ധമാകുന്നു എന്നതുകൊണ്ട് യത്താവത് അതാണ് ത്വൽപ്രണീതാൻ. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതായ ഭാഗവത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളതായ മാർഗങ്ങൾ, ഭജനവിധികളാണത്. ത്വൽപ്രണീതാൻ ഭജനവിധീൻ ഇഹ, ഇവിടെ ഈ ലോകത്തിൽ. ആരാണോ ആസ്ഥിതോ അതിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്, അത് മറക്കാതെ കണ്ട് തെറ്റാതെ കണ്ട് നിഷ്കാമമായിട്ട് ചെയ്യുന്നത്, അയാൾ മോഹമാർഗേ. ഈ ലോകം എന്ന് പറയുന്നത് മോഹത്തിൻ്റെ മാർഗമാണ്, മായയുടെ മാർഗമാണ്. മായ എപ്പോഴും നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാൻ പറഞ്ഞ ഈ ഭജന വിധികളെ ആശ്രയിക്കുകയാണ്. കർമ്മയോഗമോ ജ്ഞാനയോഗമോ ഭക്തിയോഗമോ ധ്യാനയോഗമോ യജ്ഞമോ ദാനോ തപസ്സോ എല്ലാം ഏത് മാർഗം എടുത്താലും വിരോധമില്ല. ആ എടുത്ത ആൾ ഈ മോഹമാർഗത്തിൽ പോകുന്നു, മായയുടെ മാർഗത്തിൽ പോകുന്നു. ആ പോകുന്ന സമയത്ത് ഇതെല്ലാം ചെയ്യുന്ന ആൾ ധാവന്നപി ആവൃതാക്ഷ കണ്ണ് മൂടിയിട്ട്, കണ്ണ് കെട്ടിയിട്ട്, ഒന്നും കാണാതെ കണ്ണ് കെട്ടിയെന്ന് മാത്രമല്ല അയാൾ ഓടുകയും ചെയ്യണു. ധാവന്നപി സ്കലതി ന കുഹജിത് സ്കലതി, ഒരിടത്തും അയാൾ ഇടറുന്നില്ല, വീഴുന്നില്ല. എന്തുകൊണ്ട്? ദേവദേവാഖിലാത്മൻ, ദേവന്മാരുടെ ദേവനായ അങ്ങ് എല്ലാവരുടെയും ആത്മാവായിട്ടിരുന്ന് അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് സമയത്തും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ളതായ പതനവും ഉണ്ടാവുന്നില്ല എന്നർത്ഥം. കവി എന്ന നവയോഗി അപ്പോൾ ആദ്യം ശ്രേഷ്ഠമായിട്ടുള്ളതായ ധർമ്മം ഭക്തി തന്നെയാണ് എന്ന് വിസ്തരിച്ചാണ് ഭാഗവത്തിൽ പറയുന്നത്. അത്യന്തം വിസ്തരിച്ചുകൊണ്ട് ആ ധർമ്മങ്ങളെല്ലാം വേദങ്ങളിലും സ്മൃതികളിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ശ്രുതിയിലും സ്മൃതിയിലും പറഞ്ഞിട്ടുള്ളതായ ആ മാർഗങ്ങളെ നമ്മൾ പിന്തുടരണം, സംശയിക്കാൻ പാടില്ല അതിൽ. അങ്ങനെ ആര് സംശയിക്കാണ്ട് പോകുന്നുവോ അയാൾ സത്വഗുണപ്രധാനിയാണ്. വേദത്തിലും സ്മൃതികളിലും എല്ലാം നമ്മളെ നന്നാക്കാൻ വേണ്ടി, നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി, പവിത്രീകരിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണിത്. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നാണ് 4 വേദങ്ങളും വരുന്നത്. അതുപോലെ എല്ലാ ഉപനിഷത്തുകൾ അത് ആ ബ്രഹ്മാവ് പറഞ്ഞത് ഇതിലിരിക്കുന്നു, ഇതിൽ ആകാശത്തിലിരിക്കുന്നു. അത് ഋഷീശ്വരന്മാർ ധ്യാനത്തിലൂടെ കണ്ടുപിടിച്ച് പറഞ്ഞു തരുന്നു.
അങ്ങനെ സത്വഗുണപ്രധാനിയായിട്ടുള്ളതായ ഒരുവൻ, അവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അവന് ബ്രഹ്മത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു. ആര് ബ്രഹ്മത്തെ അറിയുന്നുവോ അവൻ ബ്രാഹ്മണൻ. എന്നാൽ അങ്ങനെ എല്ലാവരും നടക്കണ്ടോ? ഇല്ല. സ്വേച്ഛാചാരന്മാരെന്നാ പറയുക. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം. അങ്ങനെയുള്ള ആൾ പോലും ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിയാൽ നല്ല മാർഗത്തിലേക്ക് വരും. അജാമിളൻ്റെ കഥ ഓർമ്മ വച്ചാൽ മതി. തെറ്റായ മാർഗത്തിൽ പോയി, പക്ഷേ പൂർവ്വ സ്മരണ വന്നു. അങ്ങനെ ഭഗവാനെ വീണ്ടും ഭജിക്കാൻ തുടങ്ങി. അയാൾക്കും ഭഗവാൻ മുക്തിയും ഭുക്തിയും രണ്ടും നൽകും. അപ്പോൾ ആദ്യകാലങ്ങളിൽ തെറ്റായിട്ട് നമ്മൾ ഒരു മാർഗത്തിൽ പോയാൽ പോലും ഭഗവാൻ നമ്മളെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരും. ഈ മാർഗത്തിലേക്ക് വരണമെന്ന് മാത്രം. സാത്വികമായിട്ടുള്ളതായ മാർഗത്തിലേക്ക് ആര് വരുന്നുവോ അവൻ ഭഗവാനിൽ തന്നെ എത്തുന്നു. പിന്നീട് അവനൊരു ജന്മമില്ല, പുനരാവൃത്തിയില്ല എന്നാണ് പറയുക. അപ്പം ഏതെങ്കിലും വിധത്തിൽ മനസ്സ് ഭഗവാനിലിരിക്കണം. ഏനകേന പ്രകാരേണ, ഏതെങ്കിലും പ്രകാരത്തിൽ മനഃകൃഷ്ണയെ നിവേശയ, മനസ്സിനെ കൃഷ്ണനിൽ ഉൾക്കൊടുത്തണം, നിവേശിപ്പിക്കണം, ഉൾപ്പെടുത്തണം. ഏനകേന പ്രകാരേണ മനഃകൃഷ്ണയെ നിവേശയ. അത് ഏത് വിധത്തിലായാലും വിരോധമില്ല. ഭഗവാന്റെ മനോഹര രൂപം കണ്ട് ആ സന്തോഷം കൊണ്ടായാലും മതി. ഭഗവാന്റെ ലീലകൾ, അനേകം ലീലകൾ ഉണ്ട്. ആ ലീലകൾ കേട്ട് അതിലുള്ള ആനന്ദം കൊണ്ടായാലും മതി. ഭഗവാന്റെ ഉപദേശങ്ങൾ, അർജുനന് കൊടുത്തതായ ഗീതാ ഉപദേശം, ഉദ്ധവർക്ക് കൊടുത്തതായ ഉപദേശം, ആ ഉപദേശങ്ങളിലൂടെ ജ്ഞാനം നേടിയിട്ടായാലും മതി. ഏതെങ്കിലും വിധത്തിൽ ഏനകേന പ്രകാരേണ മനസ്സ് അതിൽ ഒഴുകിയിരിക്കണം. അതുകൊണ്ടാണ് ഭഗവാന്റെ ആ ശരീരം അത്യന്തം മനോഹരമായി വച്ചിരിക്കുന്നതിന് കാരണം അതാണ്. ആ മനോഹര ശരീരം കാണുന്ന സമയത്ത് നമുക്ക് ഭൗതിക ചിന്തകളെല്ലാം പോകുന്നു. മനസ്സ് ആ രൂപത്തിൽ തന്നെ പതിഞ്ഞു നിൽക്കുന്നു. അങ്ങനെയുള്ള ആള് ദുഷ്ടനായാലും ഭ്രഷ്ടനായാലും അവസാനം കൊണ്ട് നന്നായി. അജാമിളൻ ഏറ്റവും നല്ല ഉദാഹരണം. അജാമിളൻ. അതുകൊണ്ട് ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇത്രകാലം ചെയ്തില്ലല്ലോ എന്ന് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ചെയ്യാൻ തുടങ്ങും. അവസാനം കൊണ്ടായാലും മതി എന്നർത്ഥം. ഒരു ദിവസം മതി, ഒരു നിമിഷം മതി എന്നർത്ഥം. ഏത് ദിവസവും നമ്മൾ ഭഗവാന്റെ നാമത്തിനെ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ ഉറക്കെ പാടി പോരുത്തുന്നുവോ ആ ദിവസം ഭഗവാൻ ഏറ്റവും സന്തോഷിക്കുന്നു. അതാണ് നല്ല ദിനം. തദ്ദിനം ദുർദിനം മന്യേ, അതിനെയാണ് നല്ല ദിനമായിട്ട് കണക്കാക്കുന്നത്. തദ്ദിനം ദുർദിനം മന്യേ മേഘാച്ഛന്നം ന ദുർദിനം. തദ്ദിനം ദുർദിനം മന്യേ മേഘാച്ഛന്നം ന ദുർദിനം. യദ്ദിനം ഹരിസല്ലാപകഥാവർജിതം. യദ്ദിനം ഹരിസല്ലാപകഥാ പീയൂഷവർജിതം. യദ്ദിനം ഹരിസല്ലാപകഥാ പീയൂഷവർജിതം. വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. തദ്ദിനം ദുർദിനം മന്യേ.
ആ ദിവസത്തിനെ ചീത്ത ദിവസമായി കണക്കാക്കും. സാധാരണ നമ്മൾ ചീത്ത ദിവസമായിട്ട് കണക്കാക്കുന്ന ദിവസം ഏതാണ്? മേഘാച്ഛന്നം, മേഘം കൊണ്ട് മൂടിയിരിക്കണു, സൂര്യനില്ല. തത് ന ദുർദിനം, അത് ദുർദിനമല്ല. മേഘാച്ഛന്നം ന ദുർദിനം. പിന്നെ ഏതാണ് ദുർദിനം? യദ്ദിനം, യാതൊരു ദിവസം ഹരിസല്ലാപകഥാപീയൂഷവർജിതം, ആ വിഷ്ണുവിൻ്റെ കഥകളെക്കുറിച്ച് പറയാതിരിക്കുന്ന, സല്ലപിക്കാതിരിക്കുന്ന ആ ദിവസമാണ് ദുർദിനം. അതുകൊണ്ട് എപ്പോഴും ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കൂ, ഭഗവത് കഥകൾ കേട്ടുകൊണ്ടിരിക്കൂ. ആ കഥകൾ ഉള്ളിലേക്ക് ഇറങ്ങുന്നതായ സമയത്ത് ഏതൊക്കെ വിഷയചിന്തകളാണോ അവിടെ ഉള്ളത്, ആ വിഷയചിന്തകളെല്ലാം മെല്ലെ 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 പോകും. നാം എപ്പോഴും പറയാറുള്ള ഡ്രമ്മിൽ ചളിവെള്ളം ഓർമ്മ വയ്ക്കണം. ഡ്രമ്മിൻ്റെ ഉള്ളിൽ നിറച്ച് ചളിവെള്ളമാണ്. ആ ഡ്രമ്മിനെ മറിച്ചിടാൻ നമുക്ക് ശക്തിയില്ല. അപ്പോഴാണ് പൈപ്പ് കൊണ്ട്, ഹോസുണ്ട്, വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക്, നല്ല വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കടത്തുന്നു. നല്ല വെള്ളം നിറഞ്ഞ് ഒഴുകുന്ന സമയത്ത് ചളി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു സമയം വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല വെള്ളം മാത്രമായിരിക്കും. അതുപോലെ ഭഗവാന്റെ നാമങ്ങളാകുന്ന നല്ല വെള്ളം നമ്മുടെ മനസ്സിലേക്ക് എത്തിയാൽ അവിടെയുള്ളതായ ആ ദുഷിച്ച ചിന്തകൾ എല്ലാം പുറത്തേക്ക് പോകുന്നു. രാഗദ്വേഷങ്ങൾ, കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ, ഡംഭാസൂയാദികളെല്ലാം പുറത്തു പോകുന്നു. അവിടെ ഭഗവാന്റെ നാമം മാത്രം, ഭഗവാന്റെ രൂപം മാത്രം അവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളെല്ലാവരും, അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടത്. അങ്ങനെ ഭക്തി പടിപടിയായിട്ട് വർദ്ധിച്ചു വരട്ടെ. അതാണ് എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം എന്ന് കവി പറഞ്ഞു.